യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും അഭിവാദനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 2-ാമത്തെ വാക്യം. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നൊരു ദൂതാണിത്. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. അനേകരുടെ ജീവിതങ്ങളിൽ നിരാശ ഒരു ചങ്ങല പോലെ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ദുഃഖം ഒരു തടവറ പോലെ ആയി തടവറയ്ക്കുള്ളിൽ പൂട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ പോലെയാണ് അനേകർ ഇന്ന് ദുഃഖത്തിന്റെ പിടിയിൽ അമർന്ന് കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ പോലും സഹായം കിട്ടാത്ത വിധം എല്ലാ വിധത്തിലും അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കഠിനമായി ജീവിതത്തിൽ മടുപ്പും നിരുത്സാഹവും അനുഭവിക്കുന്ന അനേകർ ഇന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി ലോകമെമ്പാടും വ്യാപരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഞങ്ങളുടെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. കഠിനമായ ദുഃഖം, നിരാശ, വെറുപ്പ്, ഭാരങ്ങൾ, മനോവിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വിധം തകർന്നിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, പുതുശക്തി പ്രാപിക്കട്ടെ, പുതിയ ജീവൻ പ്രാപിക്കട്ടെ. ഇരുട്ടിൽ നിന്ന് പ്രഭാതത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, എന്നിൽ വിശ്വസിക്കുന്ന ആരും ഇരുട്ടിൽ ഇരിക്കരുത്. പാപത്തിന്റെ ഇരുട്ടിൽ ഇരിക്കരുത്, നിരാശയുടെ ഇരുട്ടിൽ ഇരിക്കരുത്, ദുഃഖത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കരുത്, തകർച്ചയുടെ ഇരുട്ടിൽ ഇരിക്കരുത്. ഇത് യേശുവിന്റെ വെളിപ്പെടുത്തലാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിക്കുന്നവരാരും ഇരുട്ടിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ ജീവിതത്തിന്റെ അനുഭവം ഇരുട്ടിലിരിക്കുന്ന അനുഭവമാണ്. ഒരു കടബാധ്യത, ഒരു ഞെരുക്കം, ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. ഒരു ശത്രുപീഡ ഉണ്ടായി, ഇരുട്ടിൽ അകപ്പെടുന്ന അനുഭവമാണ്. വിശ്വസിച്ചവരെല്ലാവരും കൈവിട്ടു, ഏകാന്തര ദുഃഖമുണ്ടായി, ഇരുട്ടിന്റെ ചിന്തകളുമായി ഇരിക്കുകയാണ്. പ്രത്യാശയുടെ ചിന്തകൾ അസ്തമിക്കുകയും ഇരുട്ടിന്റെ ചിന്തകൾ കട്ടപിടിക്കുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ ഇരിക്കുന്നവരെ ഈ നിമിഷങ്ങളിൽ കർത്താവ് വിടുവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ ഹിതമാണ് നാം വിടുതലിൽ ഇരിക്കണമെന്നുള്ളത്. നാം വിടുതലിൽ ആയിരിക്കുക എന്നുള്ളത് കർത്താവിന്റെ ഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്, അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് നാം എന്ത് ചെയ്യണം? നാം ക്രിസ്തു യേശുവിൽ ബലപ്പെടണം. നാം യേശു കർത്താവിന്റെ ശക്തിയാൽ ബലം പ്രാപിക്കണം. പിതാവിന്റെ പൈതൽ എന്ന നിലയിൽ നാം ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസം തൃശ്ശൂരിൽ നിന്നുള്ള മേരി എന്നൊരു സഹോദരി, ആ സഹോദരി അനുഭവം അച്ഛനുമായി പങ്കുവച്ചത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ആ സഹോദരി ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് വന്നു. സഹോദരി അദ്ദേഹത്തിന്റെ അനുഭവം എഴുതി അച്ഛന്റെ കയ്യിൽ തന്നു. ആ സഹോദരി പറയുകയാണ്, അച്ഛാ, 13 വർഷമായി സഹായിക്കാൻ ആരുമില്ലാതെ കണ്ണുനീരിൽ മുങ്ങിയൊരു ജീവിതമായിരുന്നു എന്റെ ജീവിതം. ബന്ധുക്കളുടെ സഹായം നിലച്ചു, സഹായിക്കുന്ന സ്നേഹിതന്മാരില്ലാതെയായി.
കുടുംബത്തിൽ താങ്ങും തണലുമായി ആരുമില്ല, പ്രാപ്തിയില്ലാത്ത മക്കള്, കടബാധ്യതയുടെ ഭാരനിമിത്തം ദുഃഖം അനുഭവിക്കുന്ന കുടുംബം. ആ സഹോദരി പറഞ്ഞു, സ്ഥലം വിറ്റ് കടം വീട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് 13 വർഷമായി സ്ഥലവിൽപ്പന നടക്കുന്നില്ല. പലരോടും പറഞ്ഞു, എല്ലാവരും ചിരിച്ചു, എല്ലാവരും സൗഹൃദം നടിച്ചു, എന്നാൽ ഒരു സഹായവും എനിക്ക് എത്തിച്ചേർന്നില്ല. 13 വർഷമായി സ്ഥലം വിൽപ്പന നടക്കാതെ, കടം വീട്ടാൻ പറ്റാതെ ദുരിതത്തിലിരുന്നൊരു കുടുംബമായിരുന്നു എന്റെ കുടുംബം. ആ സഹോദരി ഷാലോം ചാനലിൽ ഒരു നാൾ അഭിഷേകത്തിൽ നിന്ന് പ്രോഗ്രാം കണ്ടു. അവിടെ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചും യേശുക്രിസ്തുവിനുള്ള ബലത്തെക്കുറിച്ചും കേട്ടു. വലിയ വിശ്വാസം ഉണ്ടായി. ആ സഹോദരി ഹൃദയത്തിൽ വിശ്വാസം ഉദിച്ചു. ആ സഹോദരി അന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രാപിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവം രേഖപ്പെടുത്തി ശ്രദ്ധിക്കുക. ഈ ദൂത് ഞാൻ ടിവിയിൽ കേട്ടപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു. എന്റെ പറമ്പിന് 4 ചുറ്റിലും 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 7 ദിവസം 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി എന്റെ സ്ഥലത്തിന്റെ 4 അതിരുകളിൽ നിന്ന് സ്ഥലവിൽപ്പനയുടെ തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 7-ാം ദിവസം സ്ഥലവിൽപ്പന നടന്നു. ഹല്ലേലൂയ. തൃശ്ശൂർ എന്നുള്ള സഹോദരി ആ സഹോദരിയുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി. ഞാനും നിങ്ങളും ആ പ്രശ്നത്തിന്റെ അടിയിൽപ്പെട്ട് ഞെരുങ്ങി നിരാശപ്പെട്ട് ദുരിതപ്പെട്ട് കണ്ണുനീരിൽപ്പെട്ട് തകർന്നു പോകണം എന്നുള്ളതല്ല എന്നെ നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതം. പിന്നെയോ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. നിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ മറ്റൊരാൾ വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. മറ്റൊരാൾ പുറകെ നീ അധികം നടന്നതുകൊണ്ട് പ്രയോജനമില്ല. മറ്റൊരു വ്യക്തിയുടെ കീഴിലിരുന്നതുകൊണ്ട് നീ പ്രയോജനമില്ല. മറ്റൊരു ശക്തിയുടെ കീഴിലായിരുന്നതുകൊണ്ട് പ്രയോജനമില്ല. നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. ഇത് ദൈവവചനം നൽകുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിലർക്കൊരു ചിന്തയുണ്ട്, ഞാൻ പറഞ്ഞാൽ ഇത് നടക്കുമോ? നിശ്ചയമായും നടക്കും. കാരണം വിശുദ്ധ ലിഖിതം നൽകുന്ന ഒരു വാഗ്ദാനമാണിത്. വിശുദ്ധ ലിഖിതം നൽകുന്ന ഒരു അധികാരമാണിത്. വിശുദ്ധ ലിഖിതം നൽകിയിരിക്കുന്ന ഒരു ശക്തിയാണിത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. വിശ്വസിച്ച് സ്നാനമേറ്റ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവവൈതലാണോ നീ രാജകീയ പുരോഹിത കുടുംബത്തിലെ അംഗമാണ്. നിന്റെ മേൽ ശക്തിയിരിക്കുന്നു. നിന്റെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ബലം ഇരിക്കുന്നു. നിന്റെ മേൽ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിന്റെ അഭിഷേകം ഇരിക്കുന്നു. അപ്പോൾ നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ കെട്ടുകൾ വിടുകയും നീ അത്ഭുത വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒമാൻ എന്ന സ്ഥലത്ത് സുവിശേഷ പ്രസംഗത്തിനായി അച്ഛൻ കടന്നു ചെന്നു. അവിടെ മുസൻ എന്ന സ്ഥലത്ത് ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം അത് അവരുടെ അനുഭവം അച്ഛനോട് പറഞ്ഞു. ആ കുടുംബം പറഞ്ഞത് എങ്ങനെയാണ്? ആ കുടുംബനാഥൻ മുസന്നയിലുള്ള ഒരു വലിയ കമ്പനിയിലെ ട്രെയിലർ ഡ്രൈവറാണ്. ഈ ട്രെയിലർ എന്ന് പറഞ്ഞ വലിയ വണ്ടിയിൽ വസ്തുവകകൾ കയറ്റി സാധാരണ ദുബായിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ദൗത്യം. ഇദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, 2 വർഷമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ജോലിയിൽ കയറിയിട്ട് അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം ഇതാണ്: വണ്ടി എവിടെയെങ്കിലും ചെന്ന് മുട്ടും, വസ്തുവകൾ കേടുവരും. ഇദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ കമ്പനിയിൽ നഷ്ടപരിഹാരമായി അടയ്ക്കേണ്ട അവസ്ഥ. ആ ഒരു ദുഃഖത്തിന്റെ നിരാശയുടെ നടുവിൽ അദ്ദേഹം ചിന്തിച്ചു, എനിക്കിവിടെ ഒരു മേൽഗതിയില്ല, എനിക്കിവിടെ ഒരു ഉയർച്ചയില്ല, ഞാനിങ്ങനെ നശിച്ചു പോകും, ഇതായിരിക്കും എന്റെ വിധി. എന്നാൽ ദൈവവചനം കേട്ടപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വിശ്വാസം ഉണ്ടായി. യേശുക്രിസ്തുവിൽ ബലം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. യേശുക്രിസ്തുവിൽ വിടുതലിനായി ദാഹം ഉണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? സകുടുംബം അദ്ദേഹം ആ ധ്യാന ദിവസങ്ങളിൽ ധ്യാന ശുശ്രൂഷ സ്ഥലത്തേക്ക് വന്നു. അതിനുശേഷം ആ വിഷമത്തെക്കുറിച്ച് ധ്യാനം നടത്തിയിരുന്ന അച്ഛനോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ഈ ദുഃഖം കേട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഈ വ്യക്തിയുടെ കെട്ടുകൾ അഴിക്കാൻ പിതാവിന്റെ സന്നിധിയിൽ പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവരുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറഞ്ഞിങ്ങനെയാണ്, മിക്കവാറും വണ്ടി ദുബായിലേക്കാണ് യാത്ര ഓടുക. 2 വർഷമായി തുടർച്ചയായ ആക്സിഡന്റ് ആണ് വണ്ടിക്ക്. ആളുകൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരികയില്ല, എന്നാൽ വണ്ടിയുടെ പുറകിലുള്ള സാധനങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ കിട്ടുന്ന ശമ്പളം മുഴുവൻ കമ്പനിയിൽ അടയ്ക്കാനേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വളരെയധികം കണ്ണുനീരിലും നിരാശയിലും
അധോഗതിയിലും ഞെരുങ്ങുകയായിരുന്ന സാഹചര്യത്തിലാണ് മുസന്ന പ്രാർത്ഥന ഗ്രൂപ്പിൽ സെഗിയോൺ ടീമിന്റെ ധ്യാനം നടന്നത്. അച്ഛന്റെ അടുത്ത് ദുഃഖങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ആ വണ്ടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വണ്ടിയുമായി ഞാൻ അച്ഛന്റെ അടുത്തെത്തി. അച്ഛൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചിരിച്ച് വെള്ളം തളിച്ച് ആശീർവദിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ വണ്ടിക്ക് അപകടം ഉണ്ടായിട്ടില്ല. കമ്പനിയിൽ നഷ്ടപരിഹാരം അടയ്ക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച കുടുംബം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സകുടുംബം ധ്യാനം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പ്രകാശിപ്പിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ വിശ്വാസ ശക്തി വ്യാപരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബലം പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ ശക്തിയെ ദർശിക്കാൻ തക്കവിധം കർത്താവ് ഹൃദയങ്ങളെ തുറക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ. പ്രിയ പൈതലെ, പ്രിയ മകനെ, പ്രിയ മകളെ, നീ ദുഃഖത്തിലും നിരാശയിലിരുന്ന് നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നീ എന്തിനു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുന്നവനായ ഒരുവനുണ്ട്, ജീവിക്കുന്നവനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തുവാണ് യോഹന്നാന്റെ സുവിശേഷം 12:44 പഠിപ്പിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാനിതാ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. നിരാശയുടെ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദുഃഖത്തിന്റെ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. കോപത്തിന്റെ ചിന്തയിൽ ഇരിക്കരുത്, ദൈവത്തിന് അത് ഇഷ്ടമല്ല. ആത്മഹത്യാ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാം നശിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ച് നീ ദുർബല ചിന്തകൾക്ക് അടിമപ്പെടരുത്. നീ ഇരുട്ടിന്റെ ചിന്തകൾക്ക് അടിമപ്പെടരുത്. നീ അന്ധകാരത്തിന്റെ ചിന്തകൾക്ക് അടിമപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി നിശ്ചയമായി കഴിയും. ഒരു പ്രഭാതമുണ്ട്, സുനിശ്ചിതമായ ഒരു പ്രഭാതമുണ്ട്. യേശു ക്രിസ്തുവിന് നമ്മെ ഈ പ്രഭാതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പാപത്തെ കൃപയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. സങ്കീർത്തനം 10:14 കർത്താവേ, അങ്ങ് തീർച്ചയായും എന്റെ കഷ്ടതകളും ക്ലേശങ്ങളും കാണുന്നുണ്ട്. അങ്ങ് അവ തീർച്ചയായും ഏറ്റെടുക്കും. അവിടുന്ന് എന്റെ കഷ്ടതകളും ക്ലേശങ്ങളും കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങ് അവ ഏറ്റെടുക്കും. ഭാരത്തെ ഏറ്റെടുക്കുന്നവനാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിടുതലായിരിക്കുക, നീ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുക, നീ ശക്തിയിൽ നടക്കുക, നീ യേശുക്രിസ്തുവിൽ ബലപ്പെടുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇരിക്കുന്നിടത്ത് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ ഏത് റൂമിലാണ് ഇരിക്കുന്നത്, നീ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, അവിടെ തന്നെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് യേശു ക്രിസ്തു ഉണ്ട്. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. മകനെ, വിശ്വാസത്തോടെ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിനെ വിളിക്കുക. മകളെ, നീ വിശ്വാസത്തോടെ വിളിക്കുക. രോഗത്തിലേക്ക് കർത്താവ് കടന്നു വരും. തകർച്ചയിലേക്ക് കർത്താവ് കടന്നു വരും. പാപത്തിന്റെ സ്വഭാവങ്ങൾ വിടുതൽ നൽകുന്നതിനായി കർത്താവ് കടന്നു വരും. ഇപ്പോൾ മനം നുറുങ്ങി യേശുവിനെ വിളിക്കുമോ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 8:16-17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും ചെയ്തു. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ദുർബല ചിന്തകളെല്ലാം കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ ചിന്തകളെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആത്മഹത്യയുടെ ചിന്തകളെല്ലാം കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകട്ടെ. ഹൃദയങ്ങൾ സന്തോഷഭരിതമാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷഭരിതമായി മാറട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആഹ്ലാദാരവങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുപ്പിന്റെ ചിന്തകൾ, ഭാരത്തിന്റെ ചിന്തകൾ, ദുഃഖത്തിന്റെ ചിന്തകൾ, ഏകാന്തതയുടെ ചിന്തകൾ, ഇരുട്ടിന്റെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഗീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അട്ടപ്പാടി മലമുകളിൽ പാലക്കാട് രൂപതയുടെ ധ്യാനകേന്ദ്രമായ ഈ സഗീവൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസങ്ങളിലും ഫസ്റ്റ് വീക്ക് ഒഴിച്ചുള്ള എല്ലാ ആഴ്ചകളിലും ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ നടക്കുന്നു. ഓരോ ധ്യാനത്തിലും 200 പേർക്കുള്ള താമസ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ മടക്കി വിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സഗീവൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂറായി 50 രൂപ അയച്ച് ധ്യാനം ബുക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ധ്യാനത്തിന്റെ 15 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ മണി ഓർഡർ അയച്ച് ധ്യാനം ബുക്ക് ചെയ്ത് മണി ഓർഡറിന്റെ മടക്ക രസീത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരേണ്ടതാണ്. നിങ്ങൾ മണി ഓർഡർ അയക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം മണി ഓർഡറിൽ ഉണ്ടായിരിക്കണം. ഏത് ഡേറ്റിലുള്ള ധ്യാനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായും മണി ഓർഡർ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പറും മണി ഓർഡർ ഫോമിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. മണി ഓർഡർ ഫോമിന്റെ മടക്ക രസീത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിന് പുറപ്പെടുകയേ ചെയ്യരുത്. ഫോൺ വഴിയുള്ള ബുക്കിംഗ് എടുക്കുന്നതല്ലായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. ലോകത്തെ അനുഗ്രഹിക്കുന്നവനായ യേശു ഈ നിമിഷങ്ങളിൽ ഇതാ നമ്മുടെ ജീവിതങ്ങളെ തൊട്ടനുഗ്രഹിക്കാൻ ദിവ്യകാരുണ്യ രൂപനായി കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്മ തിന്മകളെയും നമുക്കനുകൂലമാക്കി മാറ്റുന്നവനാണ് അവിടുന്ന്. റോമാലേഖനം 8-ാം അധ്യായം 27-28 വാക്യങ്ങൾ. തന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെയും തന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെയും അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ് കർത്താവ്. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവിക സാന്നിധ്യം വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തിന്മയുടെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകും. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൊടണമേ. രോഗികൾ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവെ കഠിനമായ മനപ്രയാസത്തിലിരിക്കുന്നവരിൽ നിന്ന് മനപ്രയാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കഠിനമായ തരത്തിൽ പൈശാചിക പീഡകളിരിക്കുന്നവരിൽ നിന്ന് പൈശാചികമായ പീഡകൾ യേശുവിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന ബന്ധനങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ബന്ധനത്തിന്റെ കെട്ടുകളെ ഞാൻ അഴിക്കുന്നു. പിതാവേ, പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന എതിർ ശക്തികളെയും നാരകീയ സേനകളെയും ദുഷ്ടശക്തികളെയും അധപതനത്തിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത തകർച്ച, ജീവിതത്തിന്റെ കണ്ണുനീര്, ജീവിതത്തിൽ എന്തും പരാജയപ്പെടുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവമക്കൾ ദർശിക്കട്ടെ. തന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടമാക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു എന്ന വചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. എന്റെ കർത്താവ് എന്റെ കഷ്ടത ഏറ്റെടുക്കുമെന്ന വചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക, യേശുനാമം വിളിക്കുക. യേശുവിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നു, യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പിതാവേ, സ്വർഗീയ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ടെസ്റ്റോമി എന്നാണ്. ഞാൻ മെയിൻലാൻഡിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ണാടി വെച്ചിരുന്നു. ഇന്നലെ ബ്രദർമാർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ സാധിക്കും. യേശുവേ നന്ദി. നേരത്തെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കണ്ണാടി ഇല്ലാതെ വായിക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരുന്നോ? വായിക്കാൻ പറ്റില്ലായിരുന്നു. ഇത്തിരി കഴിയുമ്പോൾ വായിക്കുമ്പോൾ തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു. കണ്ണാടി ഇല്ലാതെ നേരത്തെ വായിക്കാൻ പറ്റുമായിരുന്നില്ല, ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ടെസ്റ്റോമി എന്ന് പറഞ്ഞ കുട്ടിയെ കർത്താവ് അത്ഭുതമായി സുഖപ്പെടുത്തി. ഇപ്പൊ കണ്ണാടി ഇല്ലാതെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? നന്നായി വായിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദീപിക എന്ന് പറഞ്ഞ ഹെഡിങ് ഒക്കെ കൊടുത്താൽ പോലും വായിക്കാൻ പ്രയാസം അല്ലെ? അങ്ങനെയല്ലായിരുന്നു. ചെറിയ അക്ഷരങ്ങൾ വായിക്കത്തില്ലായിരുന്നു. ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ന് ചെറിയ അക്ഷരങ്ങളും ഒക്കെ വായിക്കാൻ പറ്റും. ഇതൊക്കെ വായിക്കാൻ പറ്റുമോ? ഒന്ന് വായിച്ചേ. മകനെ ആകുലനാകണ്ട എന്ന ആ ഭാഗമാണ് അദ്ദേഹം വായിച്ചത്. ഹല്ലേലൂയ. കർത്താവ് ഈ മകൾക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാനുള്ള കഴിവ് കൊടുത്ത് അനുഗ്രഹിച്ച് കൈയടിച്ച് സ്വയമകത്തപ്പെടുത്താം. പെരുമഴ പോൽ പെയ്യുന്നു